അഖിലേഷൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. അർത്ഥസത്യങ്ങളെയും അസത്യങ്ങളെയും സത്യമെന്ന മട്ടിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഇതിനെ പറയുന്നത് അശ്വത്ഥമാഹത കുഞ്ചര സിൻഡ്രോം എന്നാണ്. ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, പാതി നിങ്ങൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് VD സതീശൻ എന്ന് പറയുന്ന മനുഷ്യന്റെ പത്രസമ്മേളനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ അരുൺകുമാർ പറയാൻ ശ്രമിക്കുന്നത്. നോക്കൂ, VD സതീശൻ മേനോന്റെ ഒരു പത്രസമ്മേളനത്തിന്റെ ഒരു രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഉത്തരം പറയുന്നതിന് പകരമായിട്ട് ചോദ്യം ചോദിക്കുകയും ഒപ്പം തന്നെ ആക്ഷേപിക്കലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന രീതി. ആക്ഷേപിക്കുക, പരിഹസിക്കുക. ആ പരിഹാസം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും: നിങ്ങൾക്ക് വേണ്ടത് കിട്ടിയില്ലേ, ഞാൻ തന്നില്ലേ, നിങ്ങൾക്ക് വേണ്ട ഞാൻ തന്നില്ലേ, അതുപോലെ ഇനിയും വേണോ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾക്ക് വേണ്ട തന്നല്ലോ, ഇനിയും ഞാൻ പറയണോ, ഇനിയും പറയണോ, എന്നെക്കൊണ്ട് ഇനി പറയിപ്പിക്കരുത്. ഇതാണ് ഒരു രീതി. ഇനി നിങ്ങൾ പത്രസമ്മേളനം കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു സംഗതി അദ്ദേഹം പറഞ്ഞിരിക്കും. അതായത്, എന്നെ പേഴ്സൺ ആസ്കിങ് ഈ ക്വസ്റ്റ്യൻ, മിക്കവാറും റെലവൻ്റ് ആയിട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ലെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ ഒരിക്കൽ ഉത്തരം തന്നു, ഇനി തരാൻ മനസ്സില്ല, മതി, നിങ്ങളിനി ചോദിക്കണ്ട എന്നായിരിക്കും പലപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി ഉത്തരം പറയുക. ഇത് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിരീക്ഷിച്ചപ്പോൾ, ബുധനാഴ്ചകളിലാണല്ലോ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഇന്ന് തന്നെ ഭക്ഷണം കഴിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോഴും, ഭക്ഷണം കഴിച്ചതൊന്നും ഒരു പ്രശ്നമേ അല്ല, നമുക്ക് അദ്ദേഹം എവിടുന്ന് വേണമെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ ഒരു ഔചിത്യമില്ലായ്മ നടന്നു എന്നുള്ളതാണ് അവിടെ വിഷയം. എന്താണ് ഔചിത്യമില്ലായ്മ? അവിടെ പ്രളയം നടന്ന് ആളുകൾ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ അദ്ദേഹം ഉദ്ഘാടനങ്ങൾക്കും ബിരിയാണി കഴിക്കാനും നടന്നു എന്നുള്ളതാണ് വിഷയം. പക്ഷേ ആ ഒരു വിഷയത്തിലേക്ക് എത്താതെ തൻ്റെ ഔചിത്യബോധമില്ലായ്മയിലാണ് ഞാൻ പെട്ടുകിടക്കുന്നത് എന്നത് മറയ്ക്കാനും വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്തായിരുന്നു? അയ്യോ, എനിക്കറിയില്ലായിരുന്നു, ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു, പ്രളയ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു, 2018 പിണറായി വിജയൻ പട്ടിണി കിടക്കുകയായിരുന്നു കാര്യം എനിക്കറിയില്ലായിരുന്നു. എത്ര സിമ്പിളായിട്ടാണ് ചോദിച്ച ചോദ്യത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അങ്ങോട്ട് തച്ച് തകർത്തുകൊണ്ട് പരിഹാസത്തിലൂടെ ഒരു ദയാവായ്പ് കേൾക്കുന്നവരിൽ നിന്ന് കിട്ടണം എന്ന രീതിയിൽ അദ്ദേഹം ഒരു കാര്യം അവതരിപ്പിച്ചു നോക്കി. ഗംഭീരനാണ്, അതീവ മിടുക്കനാണ്, വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ കഴിയുന്ന ഒരാളായിരുന്നു. ഒന്നും വേണ്ട, കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ കയറിയ ഒരു സമയത്താണ്, അദ്ദേഹം കയറുന്നതിന് തൊട്ടു മുമ്പാണ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വിമാനം പിടിച്ച് മംഗലാപുരം പോയത്. അതെന്തിനായിരുന്നു എന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു ഉത്തരം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ അമ്പലത്തിൽ പോയതാണോ നിങ്ങൾക്കൊക്കെ തെറ്റ്? ഞാനൊരു ഹിന്ദുവാണ്, ഒരു അമ്പലത്തിൽ സന്ദർശിക്കുക, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ ഒരു അവകാശമാണ്, എൻ്റെ ഒരു അധികാരവും അവകാശവുമാണ്. ഞാനൊരു അമ്പലത്തിൽ പോയതാണോ നിങ്ങൾക്കൊക്കെ തെറ്റ് എന്നായിരുന്നു ചോദിച്ചേ. ആരുടെ ഫ്ലൈറ്റായിരുന്നു, ആരുടെ ചാർട്ടേഡ് ഫ്ലൈറ്റിലായിരുന്നു, എന്താണ് അതിന് മാത്രം ബന്ധം എന്നൊന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ തിരിച്ചൊരൊറ്റ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഇതേ ആക്ഷൻ ഇന്ന്, അയ്യോ ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന പരിഹാസ ആ അതേ ആക്ഷൻ വെച്ചിട്ടാണ് ഇന്ന് ഞാനൊരു അമ്പലത്തിൽ പോയതാണ് തെറ്റ് എന്ന് അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ചോദിച്ചത്. കഴിഞ്ഞിട്ടില്ല. എന്നാൽ പത്രക്കാരെ കൂടി പറയേണ്ടി വരും. സോറി ഫോർ സെയിങ്, എൻ്റെ പ്രിയപ്പെട്ട പത്രക്കാരെ, നിങ്ങൾ ഊളകളാണ്. നിങ്ങൾക്ക് മറുചോദ്യം ചോദിക്കാൻ നിങ്ങളതിൽ മൈക്കുണ്ടായിട്ടും നിങ്ങൾ ഒരു മറുചോദ്യം അവിടെ ചോദിക്കുന്നില്ല. ഐ ആം സോ സോറി ടു സേ, നിങ്ങൾ മഹാ അന്തപ്പത്തരാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. മറുചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല? ധൈര്യമില്ലായ്മയാണോ? അതോ നിങ്ങളെ പത്രപ്രവർത്തന മേഖലയിൽ നിങ്ങളെ പരിചയക്കുറവ് കൊണ്ടാണോ? അത് ഇങ്ങനെയൊക്കെ മതി. പിണറായി വിജയനോട് മാത്രം പത്രസമ്മേളനം കഴിഞ്ഞ് പോകുന്ന സമയത്തും അലറി വിളിച്ച് ചോദിക്കാൻ പാടുക, അത് പിണറായി വിജയനോട് മാത്രമേ പാടുകയുള്ളൂ എന്ന്? അതോ നിങ്ങളുടെ മേലെ അധികാരികൾ നിങ്ങളോട് ഉപദേശിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. എങ്കിലും ഞാൻ ചോദിച്ചു പോവുകയാണ്. ഇനി
കേരളത്തിലെ ജനങ്ങൾ മഴക്കെടുതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മുഴുവൻ നേതൃത്വം കൊടുക്കേണ്ട മുഖ്യൻ സ്വകാര്യ പരിപാടികളിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇന്ന് സിനിമയും കാണാൻ പോയിട്ടുണ്ട്. അപ്പോ അത് ചോദിച്ച സമയത്ത് ഇതിന് ഉത്തരം എത്ര രസമായിരുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചതാണോ തെറ്റ് എന്നുള്ളതായിരുന്നു. എന്നാൽ സാർ, നിങ്ങൾ ഭക്ഷണം കഴിച്ചതല്ല തെറ്റ്. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങളെ ചെലവഴിച്ച സമയവും മറ്റും ഈ സമയത്താണോ വേണ്ടിയിരുന്നത്? പ്രളയം കഴിഞ്ഞ് പ്രളയത്തിൽ ബുദ്ധിമുട്ടി 3-ാമത്തെ ദിവസം വേണോ നിങ്ങൾക്ക് ഈ ആളുകളൊക്കെ ഒന്ന് ഒരുമിപ്പിക്കുവാനും ഒരു ഏകോപന സമിതി വിളിക്കാനൊക്കെ? ആ നിമിഷം ചെയ്യേണ്ടതല്ലേ? ഒരുപക്ഷെ അത് നമ്മുടെ കൂടി തെറ്റാണ്. ഞാൻ വിചാരിക്കുന്നത് അത് എൻ്റെ കൂടി തെറ്റാണ്. കാരണം ഒരിക്കൽ പ്രളയം സംഭവിക്കുന്നത് പിണറായി വിജയൻ അദ്ദേഹത്തിന് ചികിത്സയുടെ ഭാഗമായിട്ട് അമേരിക്കയ്ക്ക് പോയ സമയത്തായിരുന്നു. ചികിത്സ നിർത്തിവെച്ചിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. നമ്മൾ കണ്ടൊരു ശീലമാണ്. ചികിത്സ നിർത്തിവെച്ചിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. എന്നിട്ടാണ് അന്നത്തെ ആ ഒരു സംഗതിയെ മുഴുവൻ ഏകോപിപ്പിച്ചത്. അത് കണ്ട് ശീലിച്ച നമ്മൾക്ക് അങ്ങനെയൊക്കെ ആവുമല്ലോ എന്ന് ചിന്തിച്ചു പോകുന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മളാണ് പ്രശ്നം. എന്തായാലും ആ ചോദ്യങ്ങൾക്കും ഒരു മറു ചോദ്യം നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ഇല്ല എന്നുള്ളതും സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും സംഗതി ഇത്ര മാത്രമാണ്. ജനാധിപത്യ വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജനാധിപത്യം വളരെ അന്തസ്സുള്ള ഒന്നാണ്. അതിൽ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിന് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയാനുള്ളൊരു ഒരു നീക്കുപോക്കൊക്കെ നടക്കണമെന്നുള്ളതാണ്. കാരണം സത്യസന്ധത, വസ്തുതകളാണ് ജനാധിപത്യത്തിൻ്റെ ഒരു കാതൽ എന്നുള്ളതാണ്. എന്നാൽ അത് പറയുന്നില്ല. കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് അദ്ദേഹം പലപ്പോഴും എന്തെങ്കിലുമാണ് പറയുക, വികാരത്തിനടിമയായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെക്കുക. പിന്നീട് മാധ്യമങ്ങളും ഈവൻ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ അടക്കം VD സതീശമേനോ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്രോഗ്രാം അടക്കം തുടങ്ങുകയുണ്ടായി. നിങ്ങൾ ആരും കണ്ടില്ലേ? ചരിത്രമല്ലേ അത്? വസ്തുതകൾ ഇന്നതാണ് എന്ന് ഒരു പത്രസമ്മേളനം കഴിഞ്ഞാൽ ആളുകൾക്ക്, മാധ്യമങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വരിക എന്നുള്ളത് എന്തൊരു ദുരന്തമാണ് അല്ലേ? എന്തായാലും തൻ്റെ വാക്ചാതുര്യം കൊണ്ട് എല്ലാ കാര്യങ്ങളെയും മറയ്ക്കാനുള്ള ഒരു ശേഷിയുണ്ട്. അത് തുടക്കം മുതൽ അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നിട്ട് ഇനിയും പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് പറഞ്ഞ പോലുള്ള വാക്കുകൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിരിക്കുന്നത് പോലെ സിമ്പിൾ അല്ല ഭരണപക്ഷത്തിരിക്കല്. അത് ഒട്ടും സിമ്പിൾ അല്ല എന്നിപ്പോൾ അദ്ദേഹത്തിന് ഏറെക്കുറെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തൊക്കെയായാലും ഒരു കാര്യത്തിലും നുണകൾ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല ഈ ജനക്ഷേമം എന്ന് പറയുന്നത്. അത് ചെയ്തു കൊടുക്കുക തന്നെ വേണം. അത് കാണിച്ചു കൊടുക്കുക തന്നെ വേണം. ഓണം ഇങ്ങെത്താറായി. എല്ലാ വസ്തുവകകൾക്കും വില കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നാട്ടുകാരൊക്കെ നിശബ്ദരാണ്. കുത്തിപ്പോയ വിരലിൽ അവർ വിഷമിക്കുന്നുണ്ട്. നമ്മളിനി ആരോട് നമ്മുടെ സങ്കടങ്ങൾ പറയും? ആരോട് പറയും? നിങ്ങൾ പറ. അപ്പോൾ ബൈ. ഒപ്പം ഉണ്ടാവണേ. കഴിയുമെങ്കിൽ സബ് ചെയ്തിട്ട് ഒപ്പം കൂടിയ നന്നായിരുന്നു. ബൈ.